ഡി. സ്വന്തം മണ്ണിൽ ചരിത്രം രചിക്കാൻ ഇറങ്ങുന്ന അമേരിക്ക. യൂറോപ്യൻ കരുത്ത് കാട്ടാനെത്തുന്ന തുർക്കി. ലാറ്റിൻ അമേരിക്കൻ താളവുമായി പരാഗ്വേ. ഏഷ്യൻ പവർ ഹൗസായ ഓസ്ട്രേലിയ. ഫിഫ ലോകകപ്പ് ഗ്രൂപ്പ് ഡിയിൽ ആര് വാഴും ആര് വീഴും? ഫിഫ റാങ്കിങ്ങിലെ 16-ാം സ്ഥാനക്കാർ. 11 ലോകകപ്പുകളിൽ പന്ത് തട്ടിയ ചരിത്രം. ഗ്രൂപ്പ് ഡിയിലെ കരുത്തർ തന്നെയാണ് USA. 1930-ലെ പ്രഥമ ലോകകപ്പിൽ 3-ാം സ്ഥാനത്തായിരുന്നവർ. എന്നാൽ ലോകകപ്പിന്റെ വിശ്വവേദികളിൽ പിന്നീട് അതുപോലൊരു നേട്ടം സ്വന്തമാക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല. സ്വന്തം നാട്ടിൽ ആ ചരിത്രം തിരുത്തി എഴുതുക തന്നെയാകും USAയുടെ ലക്ഷ്യം. മുൻനിര യൂറോപ്യൻ ലീഗുകളിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച നിരവധി താരങ്ങൾ ടീമിലുണ്ട്. ആദ്യ മത്സരം ജൂൺ 13-ന് പരാഗ്വയ്ക്കെതിരെയാണ്. ആദ്യമായി കളിച്ച 1954-ലെ ലോകകപ്പിൽ ഗ്രൂപ്പ് റൗണ്ടിൽ പുറത്തായ ടീം 48 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും യോഗ്യത നേടിയ 2002-ലെ ലോകകപ്പിൽ സെമി ഫൈനലിൽ. ഫിഫ റാങ്കിങ്ങിൽ 22-ാം സ്ഥാനത്താണ് തുർക്കി. 24 വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ഒരു ലോകകപ്പിന് എത്തുന്ന അവർക്ക് പ്രതീക്ഷകൾ ഏറെയാണ്. എന്നാൽ പ്രധാന താരം ആർദ്രെ ഗുലർ പരിക്കിന്റെ പിടിയിലായത് ടീമിന് ആശങ്കയാണ്. എന്നാൽ മത്സരങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് താരം ഫിറ്റ്നസ് വീണ്ടെടുക്കുമെന്നാണ് ടീമിന്റെ പ്രതീക്ഷ. ജൂൺ 14-ന് ഓസ്ട്രേലിയക്കെതിരെയാണ് തുർക്കിയുടെ ആദ്യ മത്സരം. ലെ ലോകകപ്പിൽ ക്വാർട്ടർ ഫൈനലിസ്റ്റുകളായിരുന്നു പരാഗ്വേ. 16 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഒരു ലോകകപ്പ് കളിക്കാൻ എത്തുന്നത്. ഫിഫ റാങ്കിങ്ങിൽ 40-ാം സ്ഥാനക്കാരായ ലാറ്റിൻ അമേരിക്കൻ സംഘം യോഗ്യതാ റൗണ്ടിൽ 6-ാം സ്ഥാനക്കാരായി ഫിനിഷ് ചെയ്താണ് ലോകകപ്പിന് ടിക്കറ്റ് എടുത്തത്. ഗുസ്താവോ ഗോമസ്, ഡിയാഗോ ഗോമസ് എന്നിവരാണ് ടീമിന്റെ കുന്തമുനകൾ. ജൂൺ 13-ന് ആതിഥേയരായ അമേരിക്കയ്ക്കെതിരെയാണ് പരാഗ്വയുടെ ആദ്യ മത്സരം. ഓസ്ട്രേലിയയ്ക്ക് തുടർച്ചയായ 6ാമത്തെ ലോകകപ്പാണിത്. ഫിഫ റാങ്കിങ്ങിലെ 27-ാം സ്ഥാനക്കാർ. AFC 3-ാം റൗണ്ട് മത്സരത്തിൽ രണ്ടാമതെത്തിയാണ് ലോകകപ്പിന് സ്ഥാനം ഉറപ്പിച്ചത്. 4ാമത്തെ ലോകകപ്പ് കളിക്കുന്ന ഗോൾ കീപ്പർ മാത്യു റയാനാണ് ടീമിനെ നയിക്കുന്നത്. മുൻപ് 6 തവണ ലോകകപ്പിൽ പങ്കെടുത്തുവെങ്കിലും 2002-ലും 2022-ലും ഒഴികെ ഗ്രൂപ്പ് ഘട്ടം കടക്കാൻ ടീമിന് കഴിഞ്ഞിട്ടില്ല. ആ ചരിത്രം തിരുത്തുകയാണ് ഓസ്ട്രേലിയൻ പോരാളികളുടെ ലക്ഷ്യം. അട്ടിമറികൾ സംഭവിക്കുമോ അതോ കരുത്തർ തന്നെ മുന്നേറുമോ? കാത്തിരിക്കാം ഫൈനൽ വിസിൽ വരെ. കാൽപന്തിന്റെ ലഹരി പടരട്ടെ. നന്ദി, നമസ്കാരം.